പ്രിയപ്പെട്ട ദേശവാസികളെ, കഴിഞ്ഞ 10-12 വർഷമായി 2047 ലക്ഷ്യങ്ങൾ കൈവരിക്കാനായുള്ള കുതിപ്പിലാണ് നമ്മൾ. ഓരോരോ നാഴികക്കല്ലുകളും നമ്മൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഇത്രയധികം പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിയിരുന്നില്ല. കഴിഞ്ഞ 10-12 വർഷത്തിനിടയിൽ അനേകം വെല്ലുവിളികളെയാണ് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. കോവിഡ് പോലുള്ള ആഗോള മഹാമാരി ലോകത്തെ മുഴുവൻ ആശങ്കയിൽ ആഴ്ത്തി. നമ്മുടെ എല്ലാ സംവിധാനങ്ങളും തകിടം മറിയുന്ന ഒരു അവസ്ഥ. കൊറോണയിൽ നിന്ന് നമ്മൾ കരകയറി വരുമ്പോഴേക്കും യുദ്ധഭീകരതയുടെ വാർത്തകൾ വരാൻ തുടങ്ങി. ഉക്രൈനിലായാലും പശ്ചിമേഷ്യയിലായാലും എല്ലായിടത്തും സംഘർഷാവസ്ഥയായിരുന്നു. ഭാവി പ്രവചിക്കുന്നവർ എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് നടത്തിയതെന്ന് ആർക്കറിയാം. രാജ്യത്തെ പേടിപ്പിക്കുക, ജനങ്ങളിൽ ഭീതിയും ആശങ്കയും ഉണ്ടാക്കുക എന്നതിലൊക്കെയാണ് ചിലർക്ക് സന്തോഷം ലഭിക്കുന്നത്. നമുക്ക് വാക്സിൻ ലഭിക്കില്ലെന്ന് പോലും അവർ പറഞ്ഞു പരത്തി. ഈ പ്രതിസന്ധിയിൽ ആരും രക്ഷപ്പെടില്ല, ഒന്നും അവശേഷിക്കില്ല എന്നൊക്കെയായിരുന്നു പ്രചാരണം. അതിനിടയ്ക്കാണ് വെസ്റ്റ് ഏഷ്യയിൽ പ്രതിസന്ധി ഉടലെടുത്തത്. പെട്രോൾ പമ്പുകളിൽ പെട്രോൾ കിട്ടില്ല, ഗ്യാസും ഡീസലും കിട്ടില്ല, വളം പോലും ലഭിക്കില്ല എന്നിങ്ങനെ ലോകമെമ്പാടും കിംവദന്തികൾ പരത്തി ഭാരതത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്താനും പരിഭ്രാന്തിയിലാഴ്ത്താനും അവരെ കടുത്ത ആശങ്കയിലേക്ക് തള്ളിവിടാനുമാണ് ചിലർ ശ്രമിച്ചത്. ഇതൊക്കെ കണ്ട് ചിലർ വലിയ സന്തോഷത്തിലുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10-12 വർഷത്തെ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള പദ്ധതികൾ ഇപ്പോൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുകയാണെന്നും ഇത്ര വലിയ പ്രതിസന്ധികൾക്കിടയിലും നമ്മൾ തളരില്ലെന്നും രാജ്യം ഇപ്പോൾ നേരിൽ കണ്ടു കഴിഞ്ഞു. പൗരന്മാർ ദൈവതുല്യം എന്ന മന്ത്രത്തോടെ ഭാരതം നടത്തിയ തയ്യാറെടുപ്പുകളും എടുത്ത ഓരോ ചുവടുവയ്പ്പുകളും ഇന്ന് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇത്ര വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിയിരുന്നില്ല. പക്ഷേ അത്തരമൊരു ഘട്ടത്തിൽ നമ്മുടെ ഈ ഒരുക്കങ്ങളെല്ലാം തന്നെ നമുക്ക് തുണയായി.